Thank you, sir. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർക്ക് ശേഷം കേരളം കണ്ട ജനപ്രിയ നേതാവും വാഗ്മിയും കർമ്മനിരതനുമായ ആരാധ്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകളാണ് പുസ്തക പ്രകാശനം നടത്തുന്നത്. പുസ്തകം ഏറ്റുവാങ്ങാൻ പ്രൊഫസർ ഡോക്ടർ പി ടി ബാബുരാജ് അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഉദ്ഘാടന പ്രസംഗത്തിനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്യുന്നു. എനിക്ക് കിട്ടിയ ഈ അവസരത്തിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഞാനിവിടെ ഇന്ന് റിലീസ് ചെയ്ത പുസ്തകം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓട്ടിസ്റ്റിക് എഴുത്തുകാരൻ്റെയാണ്. ഞാനിന്ന് റിലീസ് ചെയ്ത ഈ പുസ്തകം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓട്ടിസ്റ്റിക് തത്വചിന്തകൻ്റെതാണ്. എന്തൊരു അഭിമാനമാണ് ഈ കുട്ടി നമുക്കെല്ലാവർക്കും. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ നിറകണ്ണുകളോടുകൂടിയാണ് വായിച്ച് അവസാനിപ്പിച്ചത്. എനിക്ക് തോന്നി, ആർക്കാണ് ഡിസബിലിറ്റി? നമുക്കൊക്കെയാണ് ഡിസബിലിറ്റി. അവർക്കൊന്നും ഒരു ഡിസബിലിറ്റി ഇല്ല. അവർക്ക് ഡിഫറൻസാണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ്. നമ്മളൊന്നും ചിന്തിക്കാൻ പറ്റാത്ത, നമ്മുടെയൊന്നും, നമ്മൾ പറയില്ല ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉണ്ടെന്ന്, അതിനെക്കുറിച്ചൊക്കെ നമുക്കൊക്കെ എന്തൊരു അഹങ്കാരമായിരുന്നു. അതൊക്കെ പോയി. അതിൻ്റെ അപ്പുറം നിൽക്കുന്ന ഒരു തോട്ട് പ്രോസസ്സാണ് അദ്ദേഹത്തിൻ്റെ. ഈ കുട്ടിയുടെ ചിന്തകൾ വ്യാപരിക്കുന്നത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. എന്താണ് പറയുന്നത്? ഉത്തരവ് മനോഹരമായ വാക്കുകളുണ്ട്. ഹൈ റൈസ് ഓഫ് മൈൻഡ് ആൻഡ് സോൾ. ഹൈ റൈസ് ഓഫ് മൈൻഡ് ആൻഡ് സോൾ. മനസ്സിന്റെ ആത്മാവിന്റെ ആ ഒരു ഉയർച്ചയാണ്. അതിൽ നിന്നാണ് അതിന്റെ വ്യത്യസ്തത. അപ്പോഴാണ് ആ ചിന്തകൾ അതിലേക്ക് പോവാണ്. ഈസോട്ടറിക് ട്രൂത്ത് വാക്കാണ്. നമുക്ക് കാണാൻ കഴിയാത്ത, നിഗൂഢമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, പെടാൻ കഴിയുന്ന ഹിഡനായിട്ടുള്ള സത്യങ്ങൾ, അതാണ് ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നത്. ആരാ പറഞ്ഞത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്? ഈ പുസ്തകത്തിൽ ഇത്ര മനോഹരമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഞാൻ വായിച്ചിട്ടില്ല, ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ടെലിപ്പതിയെ കുറിച്ചാണ് പറയുന്നത്. എനിക്കിഷ്ടമുള്ള ഒരാളുമായി എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ടെലിപ്പതി നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മറ്റൊരാളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. മൈൻഡിനെ സെറ്റ് ചെയ്ത് ഏതെല്ലാം കാര്യങ്ങളിലാണ് അതിൽ വ്യാപരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്.